പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVSലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന പാഠത്തിൽ ഫിഷിന്റെ ഫീച്ചേഴ്സ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഫിഷിന് വെള്ളത്തിൽ ജീവിക്കാൻ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, എന്തൊക്കെ പെക്യുലിയാരിറ്റീസ് ആണ് ഉള്ളത് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദി വീഡിയോ ഓഫ് ദിസ് ഫിഷ്. നിങ്ങൾ ഈ ഫിഷിന്റെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വേർ ഈസ് ദ ഫിഷ് ലൈവ്? എവിടെയാണ് ഫിഷ് ജീവിക്കുന്നത്? ഫിഷ് ലൈവ് ഇൻ ദി വാട്ടർ. ഫിഷ് സാധാരണ വെള്ളത്തിലാണ് ജീവിക്കാറുള്ളത്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓർ പെക്യുലിയാരിറ്റീസ് ഫിഷ് ടു ലൈവ് ഇൻ ദി വാട്ടർ? വെള്ളത്തിൽ ജീവിക്കാന് മീനിന് എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ പെക്യുലിയാരിറ്റീസ് ആണ്, പ്രത്യേകതകളാണ് ഉള്ളത്? നൗ ലുക്ക് ദിസ് ഫിഷ്. ഈ വീഡിയോയിൽ കാണുന്ന മീനിനെ നോക്കൂ. ഹാവ് എനി സ്പെഷ്യാലിറ്റി ടു ഇറ്റ്സ് ബോഡി? ഇതിന്റെ ബോഡിക്ക്, ഇതിന്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ലുക്ക് പിക്ചർ ഓഫ് ദിസ് ബോട്ട്. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ തോണിയുടെ ചിത്രം നിങ്ങളൊന്ന് നോക്കൂ. ആർ ദി സെയിം? ഈ മുകളിലുള്ള ഫിഷും ഈ അടിയിലുള്ള തോണിയും ഒരുപോലെയാണോ? ബോട്ട് ഷേപ്പ് ഈസ് ഷാർപ്പ്. 2 sides ആർ ഷാർപ്പ്. ഈ ബോട്ടിന്റെ, ഈ തോണിയുടെ, നമ്മൾ സാധാരണ കാണുന്ന തോണിയുടെ 2 അറ്റവും കൂർത്തതാണ്. അതുപോലെ തന്നെ ഈ മീനിനെ നോക്കൂ, ഫിഷിനെ നോക്കൂ. ഫിഷ് ഷേപ്പ് ഈസ് ഷാർപ്പ്. ഫിഷിന്റെ 2 അറ്റങ്ങളും ഏകദേശം കൂർത്തത് തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാകുന്നത്, ഈ ബോട്ടിന്റെ രൂപത്തിലുള്ള ശരീരം ബോട്ട് വെള്ളത്തിൽ എങ്ങനെയാണോ നീങ്ങുന്നത് അതുപോലെ മീനിനും വെള്ളത്തിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദ ബോട്ട് ഷേപ്ഡ് ബോഡി ഈസ് മോർ സ്യൂട്ടബിൾ ടു മൂവ് ഇൻ ദി വാട്ടർ. ബോട്ട് ഷേപ്ഡ് ബോഡി, ബോട്ടിന്റെ ആകൃതിയിലുള്ള മീനിന്റെ ഈ ബോഡി മീനിനെ വെള്ളത്തിൽ എളുപ്പത്തിൽ നീങ്ങുന്നതിന് വേണ്ടി സഹായിക്കും. അപ്പൊ അതിന്റെ ഒരു ഫീച്ചർ, അതിന്റെ ഒരു പെക്യുലിയാരിറ്റി അതാണ്. വെള്ളത്തിൽ ബോട്ട് ഷേപ്ഡ് ബോഡിയാണ് മീനിനുള്ളത്, അതൊരു പെക്യുലിയാരിറ്റിയാണ്. വാട്ട് ഈസ് ദി സെക്കൻഡ് ഫീച്ചർ? എന്താണ് ഈ മീനിനുള്ള രണ്ടാമത്തെ പ്രത്യേകത? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. Look at the wings on the body of a fish and its tail. നോക്കൂ, മീനിന്റെ അതിന്റെ പുറത്തുള്ള അതിന്റെ ചിറകുകളും അതുപോലെ തന്നെ മീനിന്റെ അവസാനത്തുള്ള അതിന്റെ വാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. The wings of fish known as fins. മീനിന്റെ ചിറകിനെ നമ്മൾ സാധാരണ പറയാറ് ഫിൻസ് എന്നാണ്. മീനിന്റെ മുകളിലും താഴെയും ഒക്കെ ആയി കാണുന്ന അതിന്റെ ചിറകിനെ ഫിൻസ് എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ലുക്ക് അറ്റ് ദി ടെയിൽ. അതിന്റെ വാലിലേക്കൊന്ന് നോക്കൂ. ഹൗ ഹെൽപ്പ് ദിസ് ഫീച്ചേഴ്സ്, ദാറ്റ് മീൻസ് ഫിൻസ് ആൻഡ് ടെയിൽ, ടു ഫിഷ് ലൈവ് ഇൻ ദി വാട്ടർ? എങ്ങനെയാണ് ഈ മീനിന് ഈ വാലും അതിന്റെ ഫിൻസും അതിന്റെ ചിറകുകളും എങ്ങനെയാണ് വെള്ളത്തിൽ ജീവിക്കുന്നതിന് അതിന് സഹായകമാകുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ ഫിൻസ് ആൻഡ് ദി ടെയിൽ വിൽ ഹെൽപ്പ് ടു സ്വിമ്മിങ് ഇൻ ദി വാട്ടർ വെരി ഈസിലി. വെള്ളത്തിൽ കൂടി ഈസി ആയിട്ട്
തെന്നി നീങ്ങുന്നതിന്, ചലിക്കുന്നതിന്, മറയുന്നതിന് ഒക്കെ അതിന്റെ ഫിൻസും അതിന്റെ വാലും അതിനെ സഹായിക്കും. രണ്ടാമത്തെ മീനിന്റെ ഫീച്ചറാണ്, മീനിന്റെ സ്പെഷ്യാലിറ്റിയാണ്, മീനിന്റെ പെക്യുലിയാരിറ്റിയാണ് ഇറ്റ്സ് ഫിൻസ് ആൻഡ് ടെയിൽ, അതിന്റെ വാലും അതിന്റെ ഫിൻസും. ഇനി നോക്കൂ, മീനിന്റെ, മത്സ്യത്തിന്റെ, ഫിഷിന്റെ അടുത്ത പെക്യുലിയാരിറ്റീസ് നമുക്ക് നോക്കാം. ജീവനുള്ള ഏത് വസ്തുവിനും ജീവിക്കാൻ ശ്വസിക്കണം എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഹൗ ദി ഫിഷ് ബ്രീത്ത്സ് ഇൻ ദി വാട്ടർ, എങ്ങനെയാണ് ഒരു ഫിഷ് വെള്ളത്തിൽ ബ്രീത്ത് ചെയ്യുന്നത്? ബ്രീത്ത് മീൻസ് ശ്വസിക്കുക. നൗ ലുക്ക് ഇറ്റ്സ് മൗത്ത്, നോക്കൂ അതിന്റെ വായയിലേക്കൊന്ന് നോക്കൂ. ലുക്ക് അറ്റ് ദി ലോവർ പാർട്ട് ഓഫ് ദി മൗത്ത്, അതുപോലെ തന്നെ വായയുടെ താഴെ ഭാഗത്തേക്ക് ഒന്ന് നോക്കൂ, പിന്നിലേക്ക് ഒന്ന് നോക്കൂ. എന്താ നിങ്ങളവിടെ കാണുന്ന പ്രത്യേകത? വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ലോവർ പാർട്ട് ഓഫ് മൗത്ത്, എന്താണ് മീനിന്റെ ആ ലോവർ പാർട്ടിന് പറയുന്ന പേര്? യെസ്, ദിസ് ഈസ് ഗിൽസ്, ഇതിന് പറയുന്ന പേരാണ് ഗിൽസ് എന്ന്. ഈ ഗിൽസ്, അതായത് മലയാളത്തിൽ ശകുലം എന്ന് പറയും, ഈ ശകുലം ഉപയോഗിച്ചാണ് മത്സ്യം ബ്രീത്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. ഫിഷ് ഈസ് ബ്രീത്തിങ് യൂസിങ് ഇറ്റ്സ് ഗിൽസ്. അപ്പൊ ഈ ഗിൽസ് ഫിഷിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. വായ തുറക്കുന്ന സമയത്ത് വായന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയും ഈ ശകുലത്തിനുള്ളിലുള്ള, ഉള്ളിലുള്ള ചെകിളപ്പൂക്കൾ എന്ന് പറയുന്ന ഭാഗത്തുകൂടി ആ വെള്ളം ഗിൽസിന് പുറത്തേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ ആ വെള്ളത്തിലുള്ള ഓക്സിജൻ, വായു വലിച്ചെടുത്താണ് മത്സ്യം ബ്രീത്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. അപ്പോൾ ഫിഷ് ഈസ് ബ്രീത്തിങ് യൂസിങ് ഇറ്റ്സ് ഗിൽസ്, ഗിൽസ് ഉപയോഗിച്ച് മത്സ്യം ശ്വസിക്കുന്നു. അതിനത്തെ ഫീച്ചറാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കൂ, നൗ ലുക്ക് അറ്റ് ദി ബോഡി ഓഫ് ഫിഷ്. ഈ ഫിഷിന്റെ ബോഡിയിലേക്ക് നോക്കൂ. നിങ്ങൾ ആ ബോഡിയിൽ തിളങ്ങുന്ന ചെറിയ ചെറിയ ചെതുമ്പലുകൾ കാണുന്നില്ലേ? ചെറിയ ചെറിയ കുറെ ചെതുമ്പലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചതായി കാണുന്നില്ലേ? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, എന്താണ് ഇവയുടെ പേര്? ഇറ്റ്സ് നെയിം ഈസ് സ്കെയിൽസ്. ഇതിന്റെ പറയുന്ന പേരാണ് സ്കെയിൽസ് എന്ന്. നമ്മൾ ചെതുമ്പൽ എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ മീനൊക്കെ കറി വെക്കുന്ന സമയത്ത് ഈ ചെതുമ്പലുകൾ ഒഴിവാക്കാറുണ്ട്. ഈ സ്കെയിൽസ്, ഹൗ ഹെൽപ്പ് സ്കെയിൽസ് ഫിഷ് ഇൻ ദി വാട്ടർ, എന്താണ് ഈ സ്കെയിൽസ് കൊണ്ട് മീനിനുള്ള ഉപകാരം? ഈ സ്കെയിൽസ് പ്രൊട്ടക്ട് ദ ഫിഷ് ഇൻ ദി വാട്ടർ, വെള്ളത്തിൽ ഈ മീനിന് വലിയ സംരക്ഷണം നൽകുന്നുണ്ട് ഈ സ്കെയിൽസ്. ചെറിയ ചെറിയ അപകടങ്ങളിൽ നിന്നും അതിന്റെ ബോഡിയെ സംരക്ഷിക്കുന്നത് ഈ സ്കെയിൽസ് ആണ്. അപ്പോൾ സ്കെയിൽസ് പ്രൊട്ടക്ട് ദ ഫിഷ് ഇൻ ദി വാട്ടർ, സ്കെയിൽസ് മീനിനെ വെള്ളത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി നോക്കൂ, അനദർ വൺ പെക്യുലിയാരിറ്റി ഹാസ് ഫിഷ് ബോഡി. വേറെ ഒരു പ്രത്യേകത കൂടി ഫിഷിന്റെ ബോഡിക്കുണ്ട്. വാട്ട് ഈസ് ഇറ്റ്, എന്താണ് ആ പ്രത്യേകത? ദ ബോഡി ഓഫ് ദി ഫിഷ് ഈസ് ലൂബ്രിക്കന്റ് ഓർ സ്ലിപ്പറി ബോഡി. മീനിന്റെ ശരീരം വളരെ വഴുവഴുപ്പുള്ളതാണ്, അതായത് നല്ല കൊഴുപ്പുള്ളതാണ്. മീനിനെ നിങ്ങൾ പിടിച്ചു നോക്കിയിട്ടുണ്ടാവും, അതിങ്ങനെ വഴുതി പോകും നമ്മുടെ കയ്യിൽ നിന്ന്. ദ ബോഡി ഓഫ് ദി ഫിഷ് ഈസ് ലൂബ്രിക്കന്റ്, ശരീരം നല്ല വഴുവഴുപ്പുള്ളതാണ്. സ്ലിപ്പറി ബോഡി എങ്ങനെയാണ്
മീനിനെ വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത്? യെസ്, സ്ലിപ്പറി ബോഡി വിൽ ഹെൽപ്പ് ടു മൂവ് ഈസിലി ഇൻ ദി വാട്ടർ. ഈ സ്ലിപ്പറി ബോഡി വളരെ എളുപ്പത്തിൽ വെള്ളത്തിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടി മീനിനെ സഹായിക്കും. അപ്പൊ നമ്മൾ ഒരു ഫിഷിന്റെ നിരവധി പെക്യുലിയാരിറ്റീസ്, ഫീച്ചേഴ്സ് പറഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ദ ബോട്ട് ഷേപ്പ്ഡ് ബോഡി, ഒന്നാമത്തെ പ്രത്യേകത ബോട്ട് ഷേപ്പ്ഡ് ബോഡി. ബോട്ട് ഷേപ്പ്ഡ് ബോഡി ഈസ് മോർ suitable to move in the water. Second peculiarity is the fins and tail. The fins and tail will help to swimming in the water. ഈ ഫിൻസും ടെയിലും വെള്ളത്തിലെ ആവശ്യാനുസരണം നീന്തുന്നതിന് വേണ്ടി മീനിനെ സഹായിക്കുന്നു. തേർഡ്, ഇറ്റ്സ് ഗിൽസ്. ഗിൽസ് ഈസ് യൂസിങ് ഫോർ ബ്രീത്തിങ്. ശ്വസിക്കുന്നതിന് വേണ്ടി ഗിൽസ് മീനിനെ സഹായിക്കുന്നു. അടുത്ത പെക്യുലിയാരിറ്റി സ്കെയിൽസ് ആണ്. സ്കെയിൽസ് പ്രൊട്ടക്ട് ദ ഫിഷ് ഇൻ ദി വാട്ടർ. സ്കെയിൽസ് പ്രൊട്ടക്ട് ദ ഫിഷ് ഇൻ ദി വാട്ടർ. ലാസ്റ്റ് വൺ സ്ലിപ്പറി ബോഡിയാണ്. സ്ലിപ്പറി ബോഡി വിൽ ഹെൽപ്പ് ഈസിലി മൂവ് ഇൻ ദി വാട്ടർ. സ്ലിപ്പറി ബോഡി വെള്ളത്തിൽ ഈസിയായി നീങ്ങുന്നതിന് വേണ്ടി മത്സ്യത്തെ സഹായിക്കുന്നു. These are special features of fish. These are peculiarities of fish live in the water. Okay, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.